കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും മാരക വിഷം അതാണ് ബോട്ടിലിൻ. സയനൈഡിനേക്കാളും മാരക വിഷമുള്ളതാണ് ബോട്ടിലിൻ. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയും അനുബന്ധ ഇനങ്ങളും ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഒരു ന്യൂറോടോക്സിക് പ്രോട്ടീനാണ് ബോട്ടുലിനം ടോക്സിൻ. അറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ വിഷവസ്തുക്കളിൽ ഒന്നാണിത്. പേശികളുടെ ചലനത്തിന് അത്യാവശ്യമായ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റൈൽ കോളിന്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് പക്ഷാഘാതത്തിന് കാരണമാകുന്ന ഗുരുതര രോഗമായ ബോട്ടുലിസത്തിന് ഇത് കാരണമാകും. ബോട്ടുലിനം ടോക്സിനുകളുടെ തരങ്ങൾ എ മുതൽ ജി വരെ ലേബൽ ചെയ്തിരിക്കുന്നു. ബോട്ടുലിനം ടോക്സിന് 7 പ്രധാന തരങ്ങളുണ്ട്. എ, ബി, ഇ, എഫ് മാത്രമേ മനുഷ്യരിൽ രോഗത്തിന് കാരണമാകൂ എന്നാണ് തെളിയിക്കപ്പെട്ടത്. വിഷാംശമുണ്ടെങ്കിലും ബോട്ടുലിനം ടോക്സിന് ചികിത്സാ ഉപയോഗങ്ങളുമുണ്ട്. ശരിയായ രീതിയിലല്ലാതെ ടിന്നിലടച്ചതോ സൂക്ഷിച്ചു വെച്ചതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, മുറിവുകളിലൂടെ അണുബാധ, ശ്വസനത്തിലൂടെ തുടങ്ങിയ രീതികളിലൂടെയാണ് ബോട്ടുലിനം ടോക്സിൻ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അപൂർവമാണെങ്കിലും ലബോറട്ടറി ക്രമീകരണങ്ങളിലും പകർച്ച സംഭവിക്കാറുണ്ട്. ബോട്ടുലിസത്തിന്റെ ലക്ഷണങ്ങൾ സാധാരണയായി 12 മുതൽ 36 മണിക്കൂറിനുള്ളിൽ പ്രത്യക്ഷപ്പെടും. പേശി ബലഹീനതയും പക്ഷാഘാതവും മങ്ങിയ കാഴ്ചയും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ഗുരുതരമായ കേസുകളിൽ ശ്വസന പരാജയവും ഉണ്ടാകാറുണ്ട്. ബോട്ടുലിസത്തെ ചികിത്സിക്കുന്നത് ആന്റിടോക്സിനുകൾ ഉപയോഗിച്ചാണ്. ഇത് വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. ശ്വസനം തകരാറിലായാൽ മെക്കാനിക്കൽ വെന്റിലേഷൻ പോലുള്ള സപ്പോർട്ടീവ് കെയർ ഉപയോഗിക്കുന്നു. 1920-ൽ ജർമ്മൻ വൈദ്യനായ ജസ്റ്റിനസ് കെർണർ ബോട്ടുലിസത്തെ കുറിച്ച് പഠിക്കുകയും ഈ വിഷവസ്തു മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുകയും ചെയ്തു. 1895-ൽ ബെൽജിയൻ ശാസ്ത്രജ്ഞനായ എമൈൽ വാൻ എർമെൻജം ക്ലോസ്ട്രിഡിയം ബോട്ടുലിസം എന്ന ബാക്ടീരിയയാണ് വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉത്തരവാദിയെന്ന് തിരിച്ചറിഞ്ഞു. 2ാം ലോക മഹായുദ്ധ സമയത്ത് US സൈന്യം ബോട്ടുലിസം ടോക്സിൻ ഒരു ജൈവ ആയുധമായി വികസിപ്പിക്കുകയും ചെയ്തു. എങ്കിലും അത് വിന്യസിക്കപ്പെട്ടിരുന്നില്ല. വൈദ്യശാസ്ത്രത്തിലെ മുന്നേറ്റങ്ങൾ 1977-ൽ നേത്രരോഗ വിദഗ്ധൻ അലൻ സ്കോട്ട് സ്ട്രാബിസ്മസ് ചികിത്സയ്ക്കായി ബോട്ടുലിനം ടോക്സിൻ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ FDA 1989-ൽ ബോട്ടുലിനം ടോക്സിൻ കണ്ണിന്റെ പേശി വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനായി അംഗീകരിച്ചു. കോസ്മെറ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് എക്സ്പാൻഷൻ 2002-ൽ ബോട്ടുലിനം ടോക്സിൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായുള്ള ഉപയോഗത്തിനായി അംഗീകരിച്ചു. ഇത് സൗന്ദര്യ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഇന്ന് നാഡീവൈകല്യങ്ങൾ, വിട്ടുമാറാത്ത മൈഗ്രെയിൻ, അമിതമായ വിയർപ്പ്, പേശി സങ്കോചങ്ങൾ എന്നിവയ്ക്ക് വ്യാപകമായി ബോട്ടുലിൻ എന്ന മാരക വിഷം ഉപയോഗിക്കുന്നു.